എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തൻ്റെ അച്ഛൻ്റെ ചികിത്സ എങ്ങനെ നടക്കുമെന്നോർത്ത് ആകെ വിഷമത്തിലാണ് ഭൂമി. രാത്രിയിൽ ആരും കാണാതെ കരഞ്ഞു കലങ്ങിയിരിക്കുകയാണ് ഭൂമി. എന്നാൽ ഭൂമിയുടെ മുറിയിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന അമ്മ, മോളെ നീ കരയുകയാണോ? വേഗം കിടന്നുറങ്ങ്, നാളെ രാവിലെ പ്രസാദം കൊണ്ട് കൊടുക്കേണ്ടതല്ലേ. പിറ്റേന്ന് രാവിലെ ആകട്ടെ തകൃതിയായിട്ടുള്ള ജോലികൾ അടുക്കളയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പായസം ഉണ്ടാക്കുന്ന അമ്മയോട് കൃത്യമായി ചെയ്യാനായിട്ട് ഭൂമി ആവശ്യപ്പെടുന്നുമുണ്ട്. എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്നാണ് ഭൂമിയുടെ ആവശ്യം. കാരണം ഇത് സൗഭാഗ്യപുരത്തേക്ക് കൊണ്ടുപോകേണ്ടതാണെന്നാണ് അവൾ പറയുന്നത്. ഇത് കേൾക്കുന്ന ഭൂമിയുടെ അമ്മ, അവർ ഭയങ്കര പണക്കാരാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്, ഒരുപാട് ബിസിനസ്സും മറ്റുമൊക്കെ ഉണ്ടെന്ന് നിനക്ക് അറിയുമോ എന്നാണ് ഭൂമിയോട് ചോദിക്കുന്നത്. എന്നാൽ ഇത് കേട്ടിട്ടും വലിയ താല്പര്യമില്ലാതെ നിൽക്കുന്ന ഭൂമി, ഞാനതൊക്കെ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു. അടുക്കളയിൽ അവർക്ക് സഹായമായിട്ടുള്ള സ്ത്രീ ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ഇത് എത്രാമത്തെ പൂജ ഇവർ നടത്തുന്നത്, ഇതെന്താ ഇത്രയ്ക്കും പ്രാവശ്യം ഇങ്ങനെ ഓരോന്ന് ഇവർ നടത്തുന്നതെന്ന് ചോദിക്കുന്നു. മറുപടിയെ ഭൂമി, അതിപ്പോൾ ഒരു ട്രെൻഡല്ലേ, സീരിയലിൽ തന്നെ തുടക്കം തൊട്ട് എത്ര പൂജകൾ അവർ നടത്താറുണ്ട്. ഇത് കേൾക്കുന്ന അമ്മ, അതൊക്കെ ഞങ്ങളുടെ നാടകത്തിൽ ഇതുപോലെ അഭിനയമൊന്നുമില്ല, പച്ചയായ ജീവിതമാണ് കാണിക്കുന്നതെന്നാണ് അമ്മയുടെ മറുപടി. നാടകത്തിൻ്റെ കാര്യം പറഞ്ഞ പാടെ ഇത് കേട്ട് അടുത്ത് നിൽക്കുന്ന ഭൂമി ഒന്ന് അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മേ അച്ഛൻ എങ്ങനെ അമ്മയെ പ്രപ്പോസ് ചെയ്തത്? ഇത് കേൾക്കുന്ന അമ്മ, ഒന്ന് പോവച്ചേ, അതൊക്കെ വലിയ കഥയാണ്. ആദ്യം ഭൂമിയോട് പറയാൻ അമ്മ ഇന്ന് മടിക്കുന്നുണ്ട്. അതിനുശേഷം കഥ ഭൂമിയോടെ പറഞ്ഞു കൊടുക്കുന്നു. അന്ന് ശീലാവതി എന്ന് പറഞ്ഞ ഒരു നാടകമൊക്കെ ഞാൻ കളിക്കുന്ന സമയമാണ്. നിന്റെ അച്ഛൻ എല്ലാ ദിവസവും നാടകം കാണാൻ വരുമായിരുന്നു. ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ നിന്റെ അച്ഛൻ എന്നിട്ട് നാടകം കാണുന്നതിൻ്റെ ഇടയിൽ കൈയടിക്കും. അങ്ങനെ ഒരിക്കൽ നാടകം അവസാന സമയത്ത് എന്നെ കാണാനായിട്ട് നിന്റെ അച്ഛൻ ഗ്രീൻ റൂമിലെത്തി. എന്നെ കണ്ടപാടെ ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും എന്താണ് കാര്യമെന്ന് എന്നോട് വ്യക്തമായി പറഞ്ഞു. എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നാണ് നിന്റെ അച്ഛനെന്ന് അറിയിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. പിറ്റേ ദിവസം നാടകം കളിക്കുന്നതിനിടയ്ക്ക് എല്ലാവരും കേൾക്കുകയാണ് ഞാൻ നിന്റെ അച്ഛനെ ഇഷ്ടമാണെന്ന് ഒച്ചത്തിൽ പറയുന്നത്. അത് കേട്ടപാടെ ആളും ബഹളം ഉണ്ടെന്നൊന്നും നോക്കാതെ നിന്റെ അച്ഛനും തിരിച്ച് ഒച്ചത്തിൽ ഐ ലവ് യു എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന ഭൂമിയെ വിളിച്ചു നിർത്തി അമ്മ മറ്റൊരു കാര്യം പറയുന്നുണ്ട്, മോളെ നിന്റെ അച്ഛൻ ഇന്ന് രാവിലെ കിടന്നെടുത്തുവന്ന് കുറച്ച് ചോര കണ്ടു. എന്തെങ്കിലും അസുഖമുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും നിന്റെ അച്ഛൻ പറയില്ല, നീ ഒന്ന് ചോദിക്കണേ. ഇതേസമയം വീടിൻ്റെ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് അച്യുതൻ. പത്രവാർത്ത കണ്ടപാടെ ഭൂമിയെ കാണിക്കാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. അത്ര നേരെ ഭൂമിയുടെ നേരെ നീട്ടി ഒരു പ്രധാന വാർത്തയുണ്ടെന്ന് അവളോടായി പറയുന്നു. അന്നൊരിക്കൽ ഭൂമി പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന സമയത്ത് അജയനെ സഹായിക്കാനെന്നോണം ഭൂമി പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇപ്പോൾ പത്രത്തിൽ വന്നിരിക്കുന്നത്. മന്ത്രിയുടെ മകന്റെ മരണം ആത്മഹത്യയാണ്, അല്ലാതെ കൊലപാതകമല്ലെന്നാണ് അതിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടപാടെ ഭൂമി പറയുന്നുണ്ട്, ഇതിൻ്റെ ബുദ്ധി കോപ്പിറൈറ്റ് പോയതാണ്. എന്താണെന്ന് മനസ്സിലാകാൻ നിൽക്കുന്ന അച്ഛനോട് കാര്യങ്ങൾ താൻ പിന്നെ പറയാമെന്നാണ് ഭൂമി പറയുന്നത്. അതിനുശേഷം നമ്മൾ കാണുന്നത് സൗഭാഗ്യപരമാണ്. അവിടെ സൗദാമിനിയമ്മ ആകെ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന അജയോട് ചോദിക്കുന്നുണ്ട്, നീ ഇന്ന് ലീവാണോ? മറുപടിയായി അജയ്, ലീവാണ്, പക്ഷെ എന്തെങ്കിലും എമർജൻസി വന്നാൽ പോകേണ്ടി വരും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ ഭവാനിയും അങ്ങോട്ടേക്ക് വരുന്നു. മുത്തശ്ശി ഭവാനിയോടെ ചോദിക്കുന്നുണ്ട്, സംഗീതയും അഞ്ജനയും എന്തിയെ? രണ്ടുപേരും റെഡിയാവാൻ പോയിരിക്കുകയാണെന്നാണ് ഭവാനിയുടെ മറുപടി. എല്ലാവരും ഒത്തുകൂടിയ സമയത്ത് മുത്തശ്ശി മറ്റൊന്ന് പറയുന്നുണ്ട്, സത്യനാണ് ഇന്നത്തെ പൂജയുടെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തത്. അവൻ എന്തൊരു പാവമാണ്. അവൻ്റെ ഭാര്യയും മകളും ഒന്നുമില്ലാതെ അവൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. അഭിരാമിയെയും അവൻ്റെ അമ്മയെ കണ്ടുപിടിക്കേണ്ടേ മോനെ എന്നാണ് അജയോടെ മുത്തശ്ശി ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന അജയ് മുത്തശ്ശിക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്, ഉറപ്പായി ഞാൻ അഭിരാമിയെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഇനി അഥവാ അഭിരാമിയുടെ അമ്മയോ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും ഞാൻ അന്വേഷിച്ചു കണ്ടെത്തും. മുത്തശ്ശി ഇപ്പോൾ പഴയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിട്ടുള്ള മാല ഞാൻ പണ്ട് 3 പെൺകുട്ടികളെയും അണിയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്നത് അജയുടെ പെങ്ങൾ, പിന്നൊന്ന് അഭിരാമി, മറ്റത് അഞ്ജന. അതുകൊണ്ട് തന്നെ അഞ്ജന ഇന്ന് മാല ഇട്ട് വേണം ഈ പൂജ അറ്റൻഡ് ചെയ്യാനായിട്ട്. അജയോട് മുത്തശ്ശി ഇപ്പോൾ ചോദിക്കുന്നു, മോനെ പൂജാരി എത്താറായില്ലേ, ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞ് അജയ് വീട്ടിന് പുറത്തേക്ക് പോകുന്നു. ഈ സമയം അച്യുതൻ മറ്റെവിടെയോ പോയ ശേഷം കാറിൽ വീട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. കയ്യിൽ എന്തോ കവറുണ്ട്. കണ്ടപാടെ ഭാര്യ അവിടേക്ക് അടുത്തെത്തുന്നു. ആ കവറിൽ എന്താണെന്ന് അവർ പല ആവർത്തി ചോദിക്കുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം അച്യുതൻ പറയാതെ അവരെ ഇട്ടൊന്ന് കളിപ്പിക്കുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന ഭൂമിയുടെ കയ്യിലേക്ക് അച്യുതൻ ആ കവർ കൊടുക്കുന്നു. ഭൂമി അത് തുറന്നു നോക്കിയപാടെ ആകെ സന്തോഷത്തിലാവുന്നു. അത് നല്ലൊരു സാരി ആയിരുന്നു. അച്യുതൻ പറയുന്നു, ബ്ലൗസും ഉണ്ട്. നീ എന്തായാലും വലിയൊരു വീട്ടിലേക്ക് സാധനങ്ങളെല്ലാമായി പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ ഈ സാരി എടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി പോയാൽ മതി. ഇത് കേൾക്കുന്ന അമ്മ, അതിനെന്താ, നിങ്ങൾ അവളെ അവിടേക്ക് കെട്ടിച്ചയക്കാൻ പോവുകയാണോ? അതേടി, ഞാൻ അവളെ അവിടേക്ക് തന്നെ പറഞ്ഞയക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് അച്യുതൻ പറയുന്നത്. അവളെ കെട്ടിച്ചയച്ചിട്ട് വേണം എനിക്ക് നിന്നെ ഒന്ന് കെട്ടിച്ചയക്കാനായിട്ട്. അതിനുശേഷം ഒരു സുന്ദരി പെൺകുട്ടിയെ കണ്ടുപിടിച്ച് ഞാനും കല്യാണം കഴിക്കുമെന്ന് അച്യുതൻ തമാശയ്ക്ക് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഭാര്യ, പിന്നെ ഈ ചത്ത് കിടക്കേണ്ട പ്രായത്തിലാണോ നിങ്ങൾക്ക് കല്യാണം? ഇത് കേട്ടപാടെ ഭൂമിക്ക് ആകെ ദേഷ്യം വരുന്നു. കാരണം അച്യുതൻ്റെ ആരോഗ്യസ്ഥിതി ആകെ അറിയാവുന്നത് ഭൂമിക്ക് മാത്രമാണ്. എന്താ അമ്മ ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയുന്നതെന്ന് പറഞ്ഞ് ഭൂമി അമ്മയുടെ നേർക്ക് തട്ടിക്കയറുന്നു. ഇത് കേട്ട് ആകെ വിഷമത്തിലാണ് ഭൂമിയുടെ അമ്മ.
അവർ ഒന്നും തന്നെ മിണ്ടാതെ മാറി നിൽക്കുന്നു. ഇത് കാണുന്ന അച്യുതൻ, കണ്ടോ മോളെ, അമ്മയ്ക്ക് ആകെ വിഷമമായി. ഇവിടെ പിണക്കം മാറ്റാനായിട്ട് ഭൂമി തന്നെ അങ്ങോട്ടേക്ക് ചെന്ന് സോറി പറയുന്നു. അമ്മ എന്നോട് ക്ഷമിക്കാനായിട്ടാണ് ഭൂമി ആവശ്യപ്പെടുന്നത്. ഇതേ സമയം സൗഭാഗ്യപുരത്ത് പൂജയ്ക്കായുള്ള ഒരുക്കത്തിൽ തന്നെയാണ് അഞ്ജനയും. അങ്ങോട്ടേക്ക് എത്തുന്ന ഭവാനി, നീ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ എന്നാണ് അഞ്ജനയോടെ ചോദിക്കുന്നത്. ദേഷ്യത്തോടുകൂടി അഞ്ജന, അമ്മേ, മുത്തശ്ശി ഈസ് വെരി ഓൾഡ് സ്കൂൾ. മുത്തശ്ശിയുടെ ചിട്ടകൾക്കനുസരിച്ചൊന്നും ഒരുങ്ങാൻ എന്നെ കൊണ്ടാവില്ല. എനിക്ക് സ്വാതന്ത്ര്യമാണ് വേണ്ടതെന്ന് പറയുമ്പോൾ മുറി അടച്ച ശേഷം ഭവാനി അവളോട് പറയുന്നു, നിനക്ക് മാത്രമല്ല എനിക്കും സ്വാതന്ത്ര്യമില്ല. നമ്മളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ തുടങ്ങുന്നത്. അതിനുശേഷം പല കാര്യങ്ങളും അഞ്ജനയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഭവാനി. മറുപടി അഞ്ജന പറയുന്നുണ്ട്, ഇത്രയും നാളും അജയനെ വിവാഹം കഴിക്കണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് അജയനെ തന്നെ വിവാഹം കഴിക്കണം. അതിന് കാരണം അജയ് എന്നെ വല്ലാണ്ട് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഭവാനി പാരമ്പര്യമായിട്ടുള്ള ആ ഒരു മാല അഞ്ജലിക്ക് നേരെ നീട്ടുന്നു. ഈ സമയം വീട്ടിൽ ഒരുങ്ങി കഴിഞ്ഞ ഭൂമിയാകട്ടെ പണ്ട് തൻ്റെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള അതേ രീതിയിലുള്ള മാലയും എടുത്തണിയുന്നു. പണ്ട് ചെറുപ്പത്തിൽ കുട്ടിയായിരുന്ന സമയത്ത് മുത്തശ്ശി നൽകിയ സമ്മാനമായിരുന്നു ആ മാല. അതണിഞ്ഞ ശേഷം ഭൂമി സൗഭാഗ്യപുരത്തേക്ക് വരുന്നു.